മുൻജന്മവും പാപദോഷങ്ങളും. അതിനെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ്. ഈ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം എന്ന് കരുതുന്നു. ഒരു വളരെ പ്രസിദ്ധനായൊരു വ്യക്തി കഴിഞ്ഞ ദിവസം കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അത് കൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദേവാലയങ്ങളിൽ, അതായത് ഹിന്ദൂസിൻ്റെ ദേവാലയം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയല്ല. ദേവാലയങ്ങളിൽ, ആരാധനാലയം എന്ന് തന്നെ പറയാം. ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭക്തിഗാനങ്ങൾ പാടാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ പാടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഭഗവാന്, അല്ലേ? പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കുഴപ്പങ്ങൾ ഉണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വാസുദേവൻ കൊച്ചാട്ടൻ്റെ വീട്ടിൽ പോയി വിശ്വേശ്വരൻ നായരെ എന്ന് വിളിക്കരുത്, അല്ലേ? ഇത് മനുഷ്യർക്കാണ് ഈ പ്രശ്നം. ഞാൻ അടക്കമുള്ള സാധാരണക്കാർക്ക് ഇതൊരു പ്രശ്നമാണോ? ഒരിക്കൽ എൻ്റെ ഒരു പേര് നോട്ടീസിൽ എൻ്റെ പേര് തെറ്റിച്ചു. എൻ്റെ അച്ഛൻ ഇട്ട പേരല്ല നോട്ടീസിൽ വന്നത്. അന്ന് ഞാൻ ആ പ്രഭാഷണത്തിൽ പങ്കെടുത്തില്ല. താങ്കളെപ്പോലെ ഒരാൾ ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. എൻ്റെ അച്ഛൻ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, അല്ലേ? ഒന്നുകിൽ നമ്മുടെ അച്ഛൻ നമുക്ക് പേരിടണം, അല്ലേ നമ്മൾ സ്വയം പേരുണ്ടാക്കണം. അല്ലാതെ നമ്മുടെ കൊളീഗ്സോ കൂട്ടുകാരോ അല്ല നമുക്ക് പേരിടുന്നത്. അതിനൊരു വട്ടം വിളി കേൾക്കാൻ നിന്നാൽ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. അത് മാനുഷികമാണ്, ദൈവികമല്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ പേര് കോണ്ടാക്ട് ചെയ്യുന്നത് ഇതര മതസ്ഥരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈന്ദവാരാധന ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറി വരയ്ക്കാൻ അറിയാം, കുരിശ് വരയ്ക്കാൻ അറിയാം, ദുആ ചെയ്യാൻ അറിയാം. പക്ഷേ ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ പാടുള്ളൂ, അല്ലേ? ഒരു ക്രിസ്ത്യാനി വന്ന് ഹിന്ദു പാട്ട് പാടിയ കുഴപ്പമില്ല, ഒരു ഹിന്ദു ക്രിസ്ത്യാനി പാട്ട് പാടിയ എന്ത് കുഴപ്പം? ഒരു പ്രശ്നമില്ല. അവിടെ ചെന്ന് വേണം അത് ചെയ്യാൻ. മതേതരം കാണിക്കാൻ വേണ്ടിയിട്ട്, ഫെമിലിയോറിറ്റിക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. അതൊരിക്കലും കപട മതേതരമെന്നോ എന്നൊക്കെ നമുക്ക് വിളിക്കാം, പല രീതിയിൽ കപട ഭക്തി എന്നോ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒപ്പം നമുക്ക് ജന്മാന്തരങ്ങളുടെ കഥയും കൂടി പറയാം. അപ്പോൾ ഇപ്പോൾ പ്രഭാഷണങ്ങൾ വരെ അതിൻ്റെ രീതി മാറി, രൂപം മാറി. പണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നടത്തേണ്ട ചില കലകൾ ഉണ്ടായിരുന്നു. കാലം മാറി, ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പലതും ഇപ്പം നടത്താൻ തുടങ്ങി. എന്നാലും ചില ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ, പ്രഭാഷണങ്ങൾ, അതുപോലെ ചാക്യാർ കൂത്ത്, കഥകളി, ഓട്ടം തുള്ളൽ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ കലാരൂപങ്ങളുണ്ട്. പടയണി എന്നൊക്കെ പറയുന്നത് ക്ഷേത്രത്തിനുള്ളിലായിരുന്നു നടത്തിയിരുന്നത്. ചിലത് പുറത്തുമായിരുന്നു നടത്തിയിരുന്നത്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകും. അപ്പോൾ എല്ലാം പ്രഭാഷണത്തിൻ്റെ കോലം മാറി. എന്താണ് ഇപ്പോൾ ഫ്യൂഷനാണോ? പ്രഭാഷണത്തിനൊപ്പം പാട്ട്. എന്തിനാണ്? ജനങ്ങളെ കൂടുതൽ ഭക്തിയിലേക്ക് അടുപ്പിക്കാൻ ആണോ? ഭജനയിൽ ഇത് പാടില്ല എന്ന് പ്രത്യേകം പറയുന്നു. പ്രഭാഷണത്തിനും ഭജനയിലും ഇത് പാടില്ല. കാരണം ഭജന എവിടെയാണ് ഉണ്ടായത്, ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദ്യം വരും. ശരിക്കും ഭജന ഉണ്ടാകുന്നത് സിഖിസത്തിൽ നിന്നാണോ? അതിനുശേഷം ഹിന്ദുയിസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് രാജസ്ഥാനിലെ മേവാറിലാണ് ഇതുണ്ടാകുന്നത്. മീരാ ഭജൻ. ശിവന്റെ കഥകൾ ചിലർ പറയാനുണ്ട്, ശിവന് ഭജനയ്ക്കല്ല പ്രാധാന്യം, ധ്യാനത്തിനാണോ? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. നവഭക്തിയും ഒപ്പം ജന്മാന്തരങ്ങളുടെ പാപവും കർമ്മഫലവും സർപ്പയോഗവും സർപ്പദോഷവും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ലളിതമായിട്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോ കാണുന്നവർ ഇത്രയും കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. മറ്റുള്ളവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. നമസ്തേ, രുദ്രധാര. ജന്മാന്തരങ്ങളായി വേട്ടയാടപ്പെടുന്ന ചില പ്രശ്നങ്ങൾ എല്ലാവരുടെയും ആത്മാവിലുണ്ടാവും, ശരീരത്തിലുണ്ടാവും, സാഹചര്യത്തിലുണ്ടാവും. പഞ്ചഭൂതാത്മകമായ ശരീരം വെറും ജഡം മാത്രമാണ്. അതിന് ചലിക്കാനോ
ചിരിക്കാനോ ഉള്ള ശക്തി ഇല്ല. ആത്മാവ് കർമ്മം ചെയ്യുന്നതിനായിട്ട് ശരീരം സ്വീകരിച്ച് അതിൽ വസിക്കുമ്പോൾ സംസാരം ഉണ്ടാവുന്നു, സംസാരം ഭവിക്കുന്നു. ആത്മാവാണ് ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള ശക്തിയും ചൈതന്യവും പ്രദാനം ചെയ്യുന്നത്. എത്ര നാൾ ആത്മാവിന് ശരീരവുമായിട്ട് ബന്ധമുണ്ടോ, അതായത് ശരീരത്തിൽ വസിക്കുന്ന അത്രയും കാലഘട്ടം ബന്ധമുണ്ടോ, അതുവരെ സംസാരം ഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഭൂമിയിൽ വസിച്ച് കർമ്മം ചെയ്ത് സുഖമോ ദുഃഖമോ അനുഭവിച്ച് ജീവിക്കുകയും കർമ്മം ഒടുങ്ങുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിച്ച് അതിനൊത്ത കർമ്മം ചെയ്യുന്നു എന്നതാണ്. അതുപോലെ വീണ്ടും ആ ശരീരത്തിലെ കർമ്മം മതിയാകുമ്പോൾ പിന്നെയും ആ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ജനനം, മരണം, മരണം, ജനനം, ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു കർമ്മത്തിനനുസൃതമായിട്ടുള്ള ജന്മമാണ് പിന്നീട് കിട്ടുന്നതെന്നും കൂടി പറയുന്നു. നോക്കൂ, നായായും നരിയായും നരനായും ജനിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണോ? ചെയ്ത കർമ്മത്തിനനുസരിച്ച് പട്ടിയാകുന്നു, പൂച്ചയാകുന്നു, പാമ്പാകുന്നു, പാറ്റയാകുന്നു, പുൽച്ചാടിയാകുന്നു എന്ന് പറയുന്നു. ശരിയാണോ? അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വിത്ത്, ഏതെങ്കിലും ഒരു ഫലത്തിൻ്റെ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടുമ്പോൾ അതിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് തേങ്ങ തന്നെ എടുക്കാം. അത് കുഴിച്ചിടുമ്പോൾ അതിൽ നിന്ന് തെങ്ങാണ് ഉണ്ടാകുന്നത്, മറിച്ച് മാങ്ങയല്ല ഉണ്ടാവുന്നത്, അല്ലെ മാവല്ല ഉണ്ടാവണത്. അതുപോലെ കാരണം ആ വിത്തിനകത്തൊരു അറിവുണ്ട്. ഈ വിത്ത് എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മാവിനെയാണ്. ഒരു അറിവുണ്ട്. എന്താണ് ഒരു വിത്തിനകത്തുള്ള അറിവ്? വിത്തെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വിത്തെന്ന് പറയാം. വിത്തെന്ന് പറഞ്ഞാൽ വേദം, വേദമെന്ന് പറഞ്ഞാലും അറിവ്. അപ്പോൾ വിത്തിനകത്ത് എന്തറിവാണ് ഉള്ളത്? എപ്പോൾ മുളയ്ക്കണം, എപ്പോൾ വളരണം, എപ്പോൾ കായ്ക്കണം, എപ്പോൾ പൂക്കണം, എപ്പോൾ പഴുക്കണം, എപ്പോൾ വീഴണം, ഇതെല്ലാം കൃത്യമായിട്ട് ഒരു വിത്തിനകത്തുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? മനുഷ്യന് ആയി ജന്മമെടുത്താൽ വീണ്ടും എന്ത് തന്നെയാണ്? മനുഷ്യജന്മം തന്നെയാണ്. അപ്പോൾ ഇവിടെ കർമ്മഫലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ പറയാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പലരും പറയുന്നുണ്ട് മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾക്ക് അനുസൃതമായി തൊട്ടടുത്ത ജന്മം വരുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടാവും? പല പല യോഗങ്ങൾ, ദോഷങ്ങൾ ജാതകത്തിൽ ഉണ്ടാവും. അത്തരത്തിലൊരു ദോഷമാണത്രേ കാളസർപ്പ യോഗം, ദോഷം എന്ന് പറയുന്നത്. ഒരിക്കലും അല്ല. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഗ്രഹത്തിൻ്റെ സ്ഥാനങ്ങൾ അനുസൃതമാക്കിയാണ് ഈ പറയുന്ന ദോഷങ്ങളും യോഗങ്ങളും പറയപ്പെടുന്നത്. അതൊരിക്കലും ജാതകവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മറിച്ച് കർമ്മങ്ങൾക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ശാരീരികമായിട്ടുള്ള വിഷമതകളോടുകൂടി ചിലർ ജനിക്കും. അന്ധരായിട്ട് ജനിക്കുക, അംഗവൈകല്യം സംഭവിച്ച് ജനിക്കുക. ചിലർ ജനിച്ച ഉടനെ മരണപ്പെടാം. പലതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവരുടെ കുറ്റമല്ല, അവർക്കറിയില്ല. പക്ഷേ നമ്മൾ ഒറ്റ വാക്കിൽ പറയും ജന്മജന്മാന്തരമായിട്ടുള്ള പാപമെന്ന്, അല്ലേ? വിഷമം ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണത്. അതാണ് ഞാൻ ചോദിച്ചത്, ദൈവത്തിന് പന്തിപക്ഷമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് കർമ്മവുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണോ? അതിനെ മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മാറും, മാറ്റാം. എങ്ങനെ? ഭക്തിയിലൂടെ. കപടഭക്തിയല്ല. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി പലരും വിളിക്കാറുണ്ട്. ഞാൻ ചില മന്ത്രങ്ങളൊക്കെ പറയും. അപ്പോൾ അത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അത് ചൊല്ലും, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ നാമം ചൊല്ലുന്ന സമയത്ത് ആ അന്തരീക്ഷം എത്ര നെഗറ്റീവ് എനർജി നിറഞ്ഞതാണോ ആ നെഗറ്റീവ് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പോവുകയും
പിന്നീട് ഒരു പോസിറ്റീവ് എനർജി അവിടേക്ക് വരികയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ സംഭവിക്കുന്നതാണ്. ഞാൻ ഒരിക്കൽ ശ്മശാനത്തിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ സംഭവിക്കുന്നതാണ്. ഒരു സ്കൂളിൽ നിങ്ങൾ സ്കൂൾ വിട്ടതിന് ശേഷം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. അവിടുത്തെ നെഗറ്റീവ് എനർജി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ദേവൻ്റെയോ ദേവിയുടെ കീർത്തനങ്ങൾ പാടാറുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടാറുണ്ട്. ഇതൊക്കെ ചെയ്യാറുണ്ട് സ്കൂളുകളിൽ. ഇതൊക്കെ വിവരമുള്ളവർ പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എനർജി അതിന് ശേഷം വരുന്നത്, ഏകാന്തത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ ഞാൻ പറയേണ്ടി വരും. അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ ചിലരുടെ വീട് പോലും അങ്ങനെ ആയിരിക്കാം. ഒരു ഏകാന്തത ഉണ്ടാവും. അതിനാണ് നാമജപം എന്ന് പറയുന്നത്. പക്ഷേ ഇതോടുകൂടി ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. സമയം അതൊരു പ്രധാന ഘടകമാണ്. കുപ്പത്തൊട്ടി കിടക്കുന്ന ഒരു വ്യക്തി എപ്പോഴാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു വ്യക്തിയുടെയും ഭാവി ഒരു ജ്യോതിഷനും പൂർണ്ണമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല. തൻ്റെ ഗ്രഹനില അനുസരിച്ച് താൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, താൻ ഇനി എന്തൊക്കെ ചെയ്താലും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. പിന്നെ എന്തിനാ ദൈവത്തെ വിളിക്കണേ? ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പോലും മാറ്റാൻ ഈശ്വരന് സാധിക്കും അല്ലേ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഗ്രഹസ്ഥിതി മാറ്റാൻ ഭഗവാന് സാധിക്കും. പിന്നെ എന്തിനാണോ ഭഗവാൻ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, കാളസർപ്പയോഗമുണ്ട്. എന്താണ് കാളസർപ്പയോഗം? എല്ലാ ഗ്രഹങ്ങളും, അതായത് 7 ഗ്രഹങ്ങൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കാളസർപ്പയോഗം. ഈ കാളസർപ്പയോഗം വന്നവർ നശിച്ച് നാശമായി പോവും എന്ന് ചിലർ പറയാറുണ്ട്. ഒരിക്കലും ഇല്ല, തെറ്റിദ്ധാരണയാണ്. പല ഉന്നതരും ജീവിതത്തിൻ്റെ ഉദ്ധംഗ ശ്രേണിയിൽ, ഉച്ചകോടിയിൽ, വളർച്ചയുടെ ഉദ്ധംഗ ശ്രേണിയിൽ എത്തിച്ചേർന്നിട്ടുള്ളവർ കാളസർപ്പയോഗമുള്ളവരുണ്ട്. അതിനകത്ത് അവർക്ക് ഏതെങ്കിലും ഒരു നല്ല യോഗം കൂടെ കയറി വന്നാൽ മതി. ഒരു രാജയോഗം വന്നാൽ മതി, ഒരു ഗജരാജയോഗം വന്നാൽ മതി, ഒരു ബുധാദിത്യ യോഗം വന്നാൽ മതി. ഏതെങ്കിലും ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ദോഷമില്ല. പിന്നെ ഏതെങ്കിലും ഒരു ഗ്രഹം ഇതിന് വെളിയിൽ നിന്നാലും മതി. രക്ഷപ്പെട്ടു, ആൾ രക്ഷപ്പെട്ടു. ഇനി ഇത് ഒരു തരത്തിലും ഇല്ലാതെ മൊത്തത്തിൽ വരിഞ്ഞു മുറുകി കിടക്കണ പിന്നെയും പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഒരു ക്ഷേത്രം, കാളഹസ്തി. എവിടെയാത്? ആന്ധ്രയിലാണ്. അവിടെ പാതാള ഗണപതിയുള്ള സ്ഥലം. അവിടെ പോയാൽ മതി, ശിവപൂജ നടത്തിയാൽ മതി, വേറെ ഒന്നുമില്ല. ഇനിയോ ഇവിടെ മാത്രമേ ഉള്ളൂ? അല്ല, ഭഗവാൻ മഹാദേവൻ എന്തും എടുക്കുന്ന വ്യക്തി. എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതര മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരെല്ലാം ശിവഭക്തരും കൂടെയാണ്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ശിവനെ. നമ്മൾ വിചാരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഏത് ഈശ്വരനാണ് എന്ന് ചോദിച്ചാൽ ഹൈന്ദവ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻസ് ആണ്. പക്ഷേ ആരാധകർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണനല്ല. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് ഗണപതി അമ്പലങ്ങളുണ്ട്, അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. ഇത് മഹാദേവനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. എന്താ കാര്യം എന്നുകൂടി ചിന്തിക്കണം അവിടെ. കാരണം വേറൊന്നുമല്ല, മഹാദേവന് ഒരു പ്രത്യേകതയുണ്ട്. നീ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നീ മോഷ്ടാവോ, കള്ളനോ, കൊലപാതകിയോ, സ്ത്രീലംബണനോ, ലഹരി ഉപയോഗിക്കുന്നവനോ, മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നവനോ, എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ചെയ്ത്, എന്തൊക്കെ മോശം പ്രവൃത്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നീ എന്നെ ആരാധിക്കുന്നുണ്ടോ? നീ എൻ്റെ അടുത്തോട്ട് പോരെ എന്നാ പറയുന്നത്. നീ ഭൂതമോ പ്രേതമോ പിശാചോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു പ്രശ്നമില്ല, അവിടെ എന്തും എടുക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മഹാദേവനെ, അല്ലേ? മഹാദേവനെ ചീത്ത പറഞ്ഞാൽ, തെറി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കാർക്കിച്ച് തുപ്പിയാൽ പ്രശ്നമില്ല, ചവിട്ടിയാൽ പ്രശ്നമില്ല. കഥകളുണ്ട് അങ്ങനെ. ശിവലിംഗത്തിൽ ചവിട്ടിയ കഥയുണ്ട്, ഒരു പ്രശ്നവുമില്ല. ശിവലിംഗത്തിൽ തുപ്പിയ കഥയുണ്ട്, ഒരു പ്രശ്നമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ തൃക്കണ്ണ് തുറക്കത്തുമില്ല, ശൂലം എടുത്ത് എറിയത്തുമില്ല. പക്ഷെ ഒന്ന്, അത് മാത്രം അദ്ദേഹം പൊറുക്കില്ല, ചതി എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ ഒരു തല വെട്ടിക്കളഞ്ഞ ഒരു കഥ നിങ്ങൾക്കറിയാമായിരിക്കും. എന്തിനാണ്? ചതി മാത്രം അദ്ദേഹം എന്ത് ചെയ്യില്ല? പൊറുക്കത്തില്ല. കള്ളം പൊറുക്കില്ല. ബാക്കി എന്തും അവിടെ എടുക്കും. നീയായിട്ട് തന്നെ വരാനാ പറയുന്നത്. പക്ഷേ
വൈഷ്ണവരെ സംബന്ധിച്ച് അങ്ങനല്ല, വ്യത്യസ്തമാണ്. അവിടെ ഒന്ന് മൗൾഡ് ചെയ്ത് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് കയറ്റൂ, അങ്ങോട്ട് എടുക്കൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. അതിനെയാണ് അവരെ ആൾവാർ എന്ന് വിളിക്കുന്നു. ഈ ശിവഭക്തരെ നയനാർ എന്ന് വിളിക്കുന്നു. ശൈവർ അഥവാ നയനാർ എന്ന് വിളിക്കുന്നു. മറ്റേത് വൈഷ്ണവർ എന്ന് വിളിക്കും. അത് തമ്മിൽ ഭയങ്കര ക്ലാഷായിരുന്നു. അപ്പോൾ മഹാദേവനെ പോയി കണ്ടാൽ മതി, ഏത് കാളസർപ്പയോഗവും അവിടെ ഇല്ലാതെയാകും. ഓരോ കാളസർപ്പയോഗം പറയുന്നുണ്ട്. 12 ഭാവങ്ങളുണ്ട് കാളസർപ്പയോഗത്തിന്. രാഹു ഏതിലൊക്കെ കയറി വരുന്നു, 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 4-ാം ഭാവം, അങ്ങനെ ഓരോ ഭാവം മാറുന്നതിനനുസരിച്ച് ദോഷങ്ങളും മാറി മാറി നമുക്ക് അനുഭവപ്പെടും. ചിലർക്ക് ശരീരമാസകലം ഉണ്ടാകുന്ന, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ വരാം. ചിലർക്ക് ബന്ധങ്ങളില്ലാതെയാവാം, സുഹൃത്തുക്കളില്ലാതെയാവാം, ഭാര്യ വേറെ ആരുടെയെങ്കിലും കൂടെ പോകാം. ഇങ്ങനെയൊക്കെയുള്ള പല 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 കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? അതിനൊരൊറ്റ ആളേ ഉള്ളൂ. അങ്ങ് കൈലാസത്തിൽ ജടാമകുടധാരിയായി സർപ്പമാലയണിഞ്ഞ് ത്രിശൂലവും ഢമരുവുമായിട്ട് ധ്യാന നൃത്താദികൾ ചെയ്യുന്ന ആ പരമശിവൻ, ആദിയോഗി. അദ്ദേഹത്തിൻ്റെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ അവിടെ ചെല്ലാം. ഉണ്ടോ ഇന്ത്യയിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ? തീർച്ചയായിട്ടും അങ്ങ് ഗുജറാത്തിലെ സോമനാഥം, ആന്ധ്രയിലെ മല്ലികാർജുനം, ഉജ്ജയിനിലെ മഹാകാലേശ്വരം, ഉത്തരാഖണ്ഡിലെ കേദാരനാഥൻ, ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥൻ, മധ്യപ്രദേശിലെ ഓംകാരേശ്വരൻ, മഹാരാഷ്ട്രയിലെ ഭീമശങ്കരൻ, നാസിക്കിലെ ത്രയംബകേശ്വരൻ, ഔറംഗാബാദിലെ ഗ്രീഷ്മേശ്വരൻ, ജാർഖണ്ഡിലെ വൈദ്യനാഥൻ, ഇനി തമിഴ്നാട്ടിലെ രാമേശ്വരത്തപ്പൻ. ഇതെല്ലാം ജ്യോതിർലിംഗമാണ്. അവിടെ പോയി ഒന്ന് കണ്ടാൽ മതി, പ്രശ്നം തീർന്നു. ഏത് സർപ്പ ദോഷവും അവിടെ തീരും. അപ്പം ഇത് ജന്മവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല, അല്ലെ? ഗ്രഹസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണിത് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരാം? ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശിവനുമായിട്ട് ബന്ധപ്പെട്ട ചില പൂജകളുടെ കാര്യം പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്ക് പൂജ ചെയ്യാനും ക്ഷേത്രത്തിൽ പോകാനൊന്നും പറ്റുന്നില്ലേ? വേണ്ട, പകരം അതിനും സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? അതിൻ്റെ പേരാണ് നവഭാവ ഭക്തി അല്ലെങ്കിൽ നവഭക്തി. ഭാവഭക്തി 5 എണ്ണവും നവഭക്തി 9 എണ്ണമാണ്. ഭാവഭക്തിയെപ്പറ്റി ഞാൻ മുന്നോടിയായി പറഞ്ഞിട്ടുണ്ട്. നവഭക്തി എന്ന് പറയുമ്പോൾ 9 ഭക്തികൾ ചേരുന്നതാണ് നവഭക്തി എന്ന് പറയുന്നത്. അതായത് അറിവില്ലാത്ത സാധാരണക്കാരനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന, ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന 9 കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് പറയുന്നു. 1 ശ്രവണം, 2 കീർത്തനം, 3 സ്മരണം, 4 സേവനം, 5 പൂജനം, 6 നമസ്കാരം, 7 ദാസ്യം, 8 സഖ്യം, ഏറ്റവും അവസാനത്തേത് അർപ്പണം. ഇങ്ങനെ 9 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഭജനം എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ തുടക്കത്തിൽ ഭജനയുടെ കാര്യം പറഞ്ഞല്ലോ. ഭജനം ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭജനം. അതാണ് ഭജൻ, ഭജൻസ്, ഭജന. അതെങ്ങനെയാകണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു ഈശ്വരനെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു മന്ത്രം പറഞ്ഞു തരുമ്പോൾ 108 പ്രാവശ്യം അത് ചൊല്ലുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദിത്യ ഹൃദയം 108 പ്രാവശ്യം ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാവരുത്. ഒരു കൊച്ചു കുഞ്ഞിന് നമ്മൾ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് രാമനാമം ചൊല്ലുക, രാമരാമ എന്ന് ചൊല്ലുക. ആ കുഞ്ഞത് ചൊല്ലുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? നിഷ്കളങ്ക ഭാവന. അവൻ ഒന്നിനും വേണ്ടിയിട്ടല്ല ചൊല്ലുന്നത്. പക്ഷേ ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴും അവനിലേക്ക് ആ നവഭാവ ഭക്തി സ്വാംശീകരിക്കപ്പെടുകയാണ്. പിന്നീട് അവൻ എന്ത് ചെയ്യുന്നു? ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിട്ട് മാറുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കണം. ദൈവം സഹായിച്ച് ഹിന്ദുയിസത്തിൽ അതില്ല. മറ്റ് 2 വിഭാഗത്തിലും നല്ല രീതിയിലുണ്ട് താനും. നമ്മളെ സംബന്ധിച്ച് ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ വിളിക്കുക, ഭഗവാനോട് ഏറ്റവും അടുക്കുക, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ പുനർജന്മം എന്നുള്ളത് ഉണ്ടാവുമോ? ഇല്ല. അവിടെ അത് ഇല്ലാണ്ടാവും, മോക്ഷത്തിൽ ലയിക്കുമെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിന് ഒരു സമയമുണ്ട്. എത്ര പുണ്യം ചെയ്താലും, ദേവനായാലും, മോക്ഷമുണ്ടായാലും അതിനൊരു സമയമുണ്ട്. സമയം കഴിയുമ്പോൾ വീണ്ടും ജനിച്ചേ മതിയാകൂ, വീണ്ടും പുനർജനിച്ചേ മതിയാകൂ. ഇത് പറഞ്ഞത് ഞാനല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനോടാണ് പറഞ്ഞത്. ആ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യനാരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ പേരാണ് പാർത്ഥൻ, അഥവാ
അർജുനൻ എന്താ പറഞ്ഞേ? പുനരഭി ജനനം പുനരഭി മരണം ജാതസ്യ ഹൃദർഭോ മൃത്യുഹോ ധ്രുവം ജന്മ മൃതസ്യ ചാഹ. ഇങ്ങനെ പറഞ്ഞു. അർജുന, ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ പുനർജനിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര ശ്രേഷ്ഠനായാലും വീണ്ടും ജനിച്ചേ പറ്റൂ. അതെങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമുക്കെന്താ വേണ്ടത്? മോക്ഷം അല്ലേ? മോക്ഷമല്ലേ നമുക്ക് വേണ്ടത്? എന്തിനാ അമ്പലത്തിൽ പോകുന്ന? മോക്ഷത്തിനാണ്. എല്ലാവരും പറയും മോക്ഷത്തിനാണ്. ശരി, അമ്പലത്തിൽ പോയപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു സ്പോട്ടിൽ. എന്നിട്ട് ചോദിക്കുക, ആർക്കൊക്കെ മോക്ഷം വേണം? ഇപ്പം തന്നേക്കാം. ഒറ്റ ഒരെണ്ണത്തിനെ അമ്പലത്തിൽ കാണത്തില്ല. എന്താ കാര്യം? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. എല്ലാ സ്വത്തുക്കളും എല്ലാം ആയി പല കാര്യത്തിനും അമ്പലത്തിൽ പോകുന്നത്. എന്തിനാ പറയുന്നത്? മോക്ഷത്തിനാണെന്ന് പറയും. എടോ, മോക്ഷം എന്ന് പറഞ്ഞാൽ മരണമാണ്. ആത്മാവ് ഭഗവാനിൽ ലയിക്കുകയാണ്. അപ്പോൾ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? അല്ലെ, ഭജന എന്തിനാ? പുണ്യത്തിനാണ് എന്നാണ് പറയേണ്ടത്, അല്ലാതെ മോക്ഷത്തിനല്ല. തീർത്ഥാടനം, എല്ലാവരും പറയുന്ന തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നതെല്ലാം തീർത്ഥാടനം എന്നല്ല. തീർത്ഥം, അതിൽ സ്നാനം ചെയ്യുന്നതിനെയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. പുണ്യ നദിയിലുള്ള സ്നാനം, പമ്പ സ്നാനം, ഗംഗ സ്നാനം, കാവേരി സ്നാനം എന്നൊക്കെ പറയുന്നതാണ് തീർത്ഥാടനം. സൗപർണിക സ്നാനം, ഇതൊക്കെ തീർത്ഥാടനമാണ്. അല്ല, അമ്പലത്തിൽ പോയി തൊഴുന്നതല്ല തീർത്ഥാടനം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു അല്ലേ? ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏതൊക്കെ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ഇങ്ങനെ ഒരു ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെ നവഭാവഭക്തിയെക്കുറിച്ചും പറഞ്ഞു. നവഭാവഭക്തി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുക? അടുക്കുക. അടുക്കും തോറും എന്തു ചെയ്യും? അകലം കുറഞ്ഞു കുറഞ്ഞ് വരും. ഭഗവാനും നമ്മളും ഒന്നായിട്ട് മാറും. അതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പുനർജന്മം എന്നൊന്ന് ഉണ്ടായേ മതിയാകൂ ഏതൊരു വ്യക്തിക്കും. അർജുനനെ സംബന്ധിച്ച് പോലും ഉണ്ടായിരുന്നു. ജാതകത്തിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണോ, കർമ്മദോഷങ്ങൾ മറ്റുള്ളത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ അതും ഇത് എവിടെയും പോകാൻ നമുക്ക് പറ്റുന്നില്ല. അതിനും മാർഗം, അടുത്ത സൊല്യൂഷൻ ഉണ്ട്. വീട്ടിൽ എന്ത് ചെയ്യുക? വിളക്ക് കത്തിക്കുക. നിങ്ങളുടെ വിശ്വാസം എന്താണ്? മെഴുകുതിരി കത്തിക്കാനാണോ? ഓക്കെ, ചെയ്തോളൂ. അങ്ങനെ ചെയ്യുക, വിളക്ക് കത്തിക്കുക. എങ്ങനെ വിളക്ക് കത്തിക്കുക? അതൊക്കെ ഞങ്ങളൊക്കെ കത്തിക്കാറുണ്ട് സാറേ. ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും കത്തിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ പറയും. വിളിക്കുന്നവരൊക്കെ പറയും ഞങ്ങൾ രാവിലെ വൈകിട്ടും വിളക്ക് കത്തിക്കുമെന്ന്. എങ്ങനെയാണ് വിളക്ക് കത്തിക്കുക? അത് ഞങ്ങൾ തിരിയിട്ട് വിളക്ക് കത്തിക്കും. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ തിരി എന്ന് പറയുന്നത് ശരീരം, അതിനകത്ത് കത്തുന്ന അഗ്നി എന്ന് പറയുന്നത് ആത്മാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വിശുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? അഗ്നി വിശുദ്ധമായ ഒന്നാണ്. അപ്പോൾ എന്തിനേയും ശുദ്ധീകരിക്കും, അതാണ് അഗ്നി. നമ്മളുടെ വിശ്വാസമാണ് തിരിച്ച് സൊറസ്ട്രാനിസ്റ്റുകളുടെ വിശ്വാസം അഥവാ പാഴ്സികളുടെ വിശ്വാസം മറ്റൊന്നാണ്. അതുകൊണ്ട് അവർ ശവം ദഹിപ്പിക്കാറില്ല, അഗ്നിക്ക് അശുദ്ധി ഉണ്ടാവും എന്ന് കരുതിയിട്ട്. നമ്മൾ അങ്ങനെയല്ല, അഗ്നിക്ക് പരിശുദ്ധമാണ്. അപ്പോൾ എന്തിനാ വിളക്ക് കത്തിക്കുന്നത്? ചിലർ 5 തിരിയിടും, ചിലർ 4 തിരിയിടും, ചിലർ 2 തിരിയിടും, ചിലർ 1 തിരിയിടും. ആരുടെയൊക്കെ പറഞ്ഞു കൊടുത്തു 5 തിരിയൊക്കെ ഇട്ട് അടിപൊളിയാണ്. 5 തിരി ആർക്കാ? ഒന്ന് കന്നിമൂലയിലുള്ള ഗണപതിക്ക്, ഒന്ന് നക്ഷത്ര ദേവതയ്ക്ക്, ഒന്ന് പരദേവതയ്ക്ക്, ഒന്ന് കുലദേവതയ്ക്ക്, പിന്നെ ഒന്ന് ഇഷ്ടദേവതയ്ക്ക്. ഇങ്ങനെയൊക്കെ ഇട്ട് ഓരോരുത്തർ ഇടാറുണ്ട്. ശരിയാണോ ഇതൊക്കെ? എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത് ആദ്യം നോക്കണം. എപ്പോഴൊക്കെയാണ് വിളക്ക് കത്തിക്കേണ്ടത്? 2 സമയത്ത് വിളക്ക് കത്തിച്ചേ പറ്റൂ കത്തിക്കുന്നെങ്കിൽ. എപ്പോഴൊക്കെയാണ്? പ്രാതസന്ധ്യയ്ക്കും അതുപോലെ വൈകുന്നേരം ഉള്ള സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കും നമ്മളിത് കത്തിക്കാറുണ്ട്. എന്തിനത് കത്തിക്കുന്നു? പ്രാതസന്ധ്യ എന്ന് പറഞ്ഞാൽ രാവിലത്തെ സന്ധ്യാനേരം. സൂര്യനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജ്വലിപ്പിക്കുന്നത്. അഗ്നി ജ്വലനം അത് ചെയ്യുന്നത്, ജ്വലിപ്പിക്കുന്നത് അല്ലെങ്കിൽ കത്തിക്കുന്നത് സൂര്യഭഗവാനെ വരവേൽക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ആദ്യം കിഴക്കുള്ള തിരി കത്തിക്കുന്നത്. 2 വൈകുന്നേരം ആദ്യം പടിഞ്ഞാറത്തെ തിരി കത്തിക്കുന്നു. എന്തിനാണ്? തിരിച്ചയക്കുമ്പോൾ ഇത്രയും നേരം വെട്ടവും വെളിച്ചവും തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിന് തിരികെ പറഞ്ഞയക്കുമ്പോൾ അതിനോടുള്ള ഭക്തിയും ബഹുമാനവും ആദരവ് സൂചകവും കൂടിയായിട്ടാണ് പടിഞ്ഞാറ്റ തിരി ആദ്യം കത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വം. അല്ലാതെ ശരീരവും ആത്മാവും ഒന്നും അല്ല. ശരീരവും ആത്മാവൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ?
ആ തത്വം വരുന്നത് നെയ്ത്തേങ്ങയും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആർക്കും എന്തും എങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അങ്ങനെ കത്തിക്കുക. ഒരു ഫോട്ടോയുടെ മുമ്പ് വെച്ച് കത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വിഗ്രഹത്തിന് മുമ്പ് വെച്ച് കത്തിക്കണമെന്ന് പറയുന്നില്ല. വീട്ടിൽ എവിടെയും കത്തിക്കാം. അടുക്കള വരെ കത്തിക്കാം. അടുക്കളയിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് അടുക്കള, അവിടെ കത്തിക്കാം. പലരും പറയും അടുക്കളയിൽ കത്തിക്കാൻ പാടില്ല. കത്തിക്കുക, ഒരു പ്രശ്നമില്ല. ഷെൽഫിനകത്ത് കയറ്റി കത്തിക്കാതിരുന്നാൽ മതി. ഷോക്കേസിനകത്ത് കയറ്റി ദൈവങ്ങളുടെ പടമൊന്നും വെക്കാതിരുന്നാൽ മതി. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് രാമനാമം ചൊല്ലുക. അല്ല എന്ത് ദൈവത്തിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വീട്ടിൽ ചൊല്ലുക, പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുക. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും, കർമ്മദോഷങ്ങളും മുൻജന്മ പാപങ്ങളും ഇല്ലാതാവും. എത്രയോ വലിയ തീരാ ദുഃഖമുള്ളവർ, തീരാ ദോഷമുള്ളവർ, അസുഖങ്ങളുള്ളവർ ഒക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. എത്രയോ ഗുരുവായൂരപ്പൻ്റെ നടയിൽ, ആ സന്നിധിയിൽ തന്നെ എത്ര 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 അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം. ആരാധനാ സമ്പ്രദായം, ഈശ്വര സമ്പ്രദായം, ഭക്തി, മാധുര്യഭാവഭക്തിയാവാം, വാത്സല്യഭാവഭക്തിയാകാം, വിദ്വേഷഭാവഭക്തിയുമാവാം. എന്തായാലും ഈശ്വരൻ കൂടെ ഉണ്ടാവും, വിളിക്കുന്നിടത്ത് എപ്പോഴും ഉണ്ടാവും. അതങ്ങനെയാണ്. അതൊരു പ്രപഞ്ച സത്യമാണ്, പ്രപഞ്ച ശക്തിയാണ് എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കർമ്മദോഷമുണ്ട് എന്ന് കരുതി, മുൻജന്മത്തിൽ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതി അതും ആലോചിച്ചിട്ട് ഇനി ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനെയൊക്കെ മാറ്റാൻ, ഗ്രഹസ്ഥിതികളെ പോലും മാറ്റാൻ ഈശ്വരന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തിനെ വിളിച്ചാൽ മതി. മന്ത്രം അറിയത്തില്ല, ഒരു കുഴപ്പമില്ല. ആ മനസ്സിൽ ആ രൂപം ഓർത്ത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി, ശാന്തമായിട്ട് മതി. സംസാരിക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെയാണോ നാമം ചൊല്ലുക? പറ്റുമോ? അപ്പോൾ അവൻ്റെ വിളി കേൾക്കില്ലേ ദൈവം? അതാ പറയുന്നത്, ഇവിടെ ശുദ്ധമായിട്ടിരിക്കണം. എത്ര രാപ്പകൽ നാമം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇച്ചിരി ശുദ്ധി ഉണ്ടാവണം. അവിടുന്ന് വിളിച്ചാൽ മതി, കേൾക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ അധ്യായം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്മയും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ. നല്ല നല്ല ഭജനകൾ ഉണ്ടാവട്ടെ. നന്മയുടെ ഭജനകൾ ഉണ്ടാവട്ടെ. ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ, ഉണ്ടാകേണ്ട രീതിയിൽ, ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു.